ഹായ് സുഹൃത്തുക്കളെ, ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് എൻ്റെ കൃഷിപ്പണി പൂവമ്പാഴയുടെ കൃഷി വളമിടിയിലും അതിൻ്റെ പരിചരണങ്ങളും മറ്റുമൊക്കെയാണ്. നമുക്കറിയാം, ഒരു കർഷകൻ എന്ന് പറയുമ്പോൾ എപ്പോഴും എന്തെങ്കിലും ജോലികൾ ചെയ്തുകൊണ്ടേയിരിക്കാൻ കാണും. മണ്ണുമായിട്ട് നിരന്തരമായി ബന്ധപ്പെടുന്ന ഒരു ആളാണ് കർഷകൻ എന്ന് പറഞ്ഞാൽ. പലതരത്തിലുള്ള കൃഷികൾ, അപ്പം അവയെ നിരീക്ഷിക്കുക, അവയ്ക്ക് വേണ്ട പരിചരണം നൽകുക, അവ തരുന്ന ആ ഫലം നമുക്ക് അനുഭവിക്കുക, ഇതൊക്കെയാണ് ഒരു കർഷകൻ്റെ ദിനചര്യ എന്ന് പറയുമ്പോൾ. അതുകൊണ്ട് തന്നെ നല്ല കർഷകർക്ക് രോഗപ്രതിരോധ ശേഷി കൂടുതലായിരിക്കും. രണ്ട് മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, നല്ല ഭക്ഷണം, വിഷമില്ലാത്ത ഭക്ഷണം കഴിക്കാൻ കർഷകന് സാധിക്കുന്നു. മറ്റൊന്ന്, ദിവസവും ഓരോ കാര്യങ്ങൾ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, പ്രവൃത്തികളൊന്നും ചെയ്യാതിരിക്കുമ്പോഴാണ് നമ്മുടെ പ്രവൃത്തിയുള്ള കഴിവ് നഷ്ടപ്പെടുന്നത്. കാരണം ഒരു കത്തി നമ്മൾ ഉപയോഗിക്കാതെ കുറച്ച് നാൾ വെറുതെ വെച്ചിരിക്കുക, കുറേ കഴിയുന്നുണ്ടെങ്കിൽ അത് തുരുമ്പെടുത്തിരിക്കുന്നത് ഉറപ്പായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം നശിച്ചു പോകും സംഗതി. അതേപോലെ പ്രവൃത്തി ചെയ്യാതിരിക്കുന്ന മനുഷ്യ മനസ്സ് തുരുമ്പെടുക്കുകയും അങ്ങനെ രോഗങ്ങൾ പിടിപെടാനുള്ള സാധ്യത ഉണ്ട്. ഒരു രോഗം ആദ്യമായിട്ട് പിടിപെടുന്നത് മനസ്സിനാണ്. മനസ്സിൻ്റെ പ്രവർത്തനത്തിലൂടെ ആണ് ശരീരത്തിന് ആ രോഗം പിടിപെടുന്നത്. ഇപ്പോഴുള്ള രോഗികളുടെ നല്ലൊരു ശതമാനവും മാനസിക കാരണങ്ങളാണ് രോഗം ഉണ്ടാകുന്നതാണെന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഏതുതരം ജോലിയിൽ ഏർപ്പെടുന്നവർക്കും അല്പസ്വല്പം കൃഷികൾ ചെയ്യുന്നത് അത് ഉള്ള സ്ഥലത്ത് നമുക്ക് ചെയ്യാം. ഗ്രോ ബാഗിലോ ചട്ടിയിലോ അതുപോലെ തന്നെ ചാക്കിലോ ഒക്കെ ചെയ്യാം. വസ്തു ഉള്ളവർക്ക് അത് ചെയ്യാം. ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കൃഷി രീതികളാണ് ഇലഞ്ഞൂർ ബ്ലോഗ് പലപ്പോഴായിട്ട് കാണിച്ചിരുന്നത്. അപ്പം ഞാൻ ഏതാണ്ട് അരനൂറ്റാണ്ടിനിടയ്ക്ക് നടത്തിയ ആ കൃഷി എനിക്ക് വിജയിച്ചതും ഒക്കെയുണ്ട്. കാരണം കൃഷിക്കാരനെ സംബന്ധിച്ച് പറഞ്ഞാൽ എല്ലാ കൃഷികളും വിജയിക്കണമെന്നില്ല. ചിലത് പരാജയപ്പെടും. പക്ഷേ പരാജയപ്പെടുമ്പോൾ അതിൻ്റെ കാരണങ്ങൾ നമ്മൾ കണ്ടുപിടിച്ച് ആ കാരണങ്ങൾ ഒഴിവായിക്കൊണ്ട് മുന്നേറുമ്പോൾ അതിൽ വിജയം ഉണ്ടാവും. ഒപ്പം നമുക്ക് നല്ല കുറേ അറിവുകൾ ലഭിക്കുന്നുണ്ട്, രോഗപ്രതിരോധ ശേഷി ലഭിക്കുന്നുണ്ട്, ദീർഘായുസ്സും ആരോഗ്യവും ലഭിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട ഒരു കർഷക ലക്ഷണങ്ങളാണ്. നമുക്കറിയാം, പഴയ കാലങ്ങളിലൊക്കെ നമ്മുടെ മുത്തശ്ശന്മാരും അച്ഛന്മാരും ഒക്കെ പാടത്തൊക്കെ പണിയുന്നുണ്ടെങ്കിൽ അവർ ഭക്ഷണം കഴിക്കുന്ന ആ പാടത്തിൻ്റെ വരമ്പത്തിരുന്ന് ഭക്ഷണം കഴിക്കും. അതുപോലെ തന്നെ കൈ കഴുകാനൊക്കെ ഉപയോഗിക്കുന്ന ആ കണ്ടത്തിലെ അല്ലെങ്കിൽ ആ തോട്ടിലെ വെള്ളം ഉപയോഗിച്ച് കൈ കഴുകും. പക്ഷേ ഇപ്പോഴും അതിൽ നിന്നൊക്കെ മാറി മറ്റ് വെള്ളങ്ങളൊന്നും നമ്മൾ ഉപയോഗിക്കരുത്, അതുപോലെ തന്നെ നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ കുടിക്കാവൂ എന്നൊക്കെയാണ് ഉള്ള പ്രചരണത്തിലൂടെ നമ്മൾ ആ രീതി മുന്നോട്ട് പോവുക. എന്നിട്ടും രോഗങ്ങൾ കൂടുവാണ്. അപ്പം എന്താണ് അതിൻ്റെ കാരണമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ഇപ്പോഴേ പൂവമ്പാഴയാണ് എനിക്ക് ഏറ്റവും കൂടുതലുള്ളത്. കാരണം പൂവമ്പാഴയുടെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ അത് വില ഒരുപാട് കുറയത്തില്ല. അതാണ് ഏറ്റവും വലിയ സംഗതി. പിന്നെ ഞാൻ കൂടുതലും ജൈവ കൃഷിയാണ്. സന്ദർഭോചിതമായി മാത്രം അല്പ രാസവളം ഉപയോഗിക്കും, പക്ഷേ ജൈവ കൃഷിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ജൈവ കൃഷിയിലൂടെ വാഴക്കൃഷി നടത്തുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് നേട്ടം ഉണ്ടാകുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഈ വാഴയ്ക്ക് ഇത് ഞാൻ ഈ മറിഞ്ഞു വീഴാതിരിക്കാൻ ഒന്നും ചെയ്യുന്നില്ല. ഉത കൊടുക്കുകയോ അങ്ങനൊന്നും കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ ഏത് വലിയ വാഴയായാലും, എത്ര വലിയ വാഴയായാലും അതിന് നല്ല ബലമുണ്ടാവും. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു ലാഭം നമുക്കുണ്ടാകുന്നു എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. പിന്നെ മറ്റൊന്ന് കാര്യം എന്ന് വെച്ചാൽ, ഈ ജൈവ കൃഷിയിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ വിളകൾക്കും ആവശ്യക്കാർ കൂടുതലാണ്. അതൊരു പ്രത്യേകതയാണ്. നമ്മൾ ചോദിക്കുന്ന വില കിട്ടും. കാരണം ഇന്ന് ജൈവ കൃഷിയിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾക്ക് ആൾക്കാർ കൂടുതലുണ്ട്. അപ്പം ഇത് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഈ വാഴയുടെ ഒരു പ്രധാന സംഗതി എന്ന് വെച്ചാൽ, ഈ പാളാന്തോടൻ വാഴ, ഏത്തവാഴ, അതുപോലെ പൂവമ്പാഴ, ഇവിടെയൊക്കെ കൂമ്പ്, ഇവിടെയൊക്കെ പിണ്ടി, കായ്കൾ, ഇതെല്ലാം നമുക്ക് ഭക്ഷ്യയോഗ്യമാണ്. എന്ന് മാത്രമല്ല, വില കൊടുത്ത് വാങ്ങിക്കുന്ന ഏതൊരു ഭക്ഷണത്തെക്കാട്ടിലും നമുക്ക് പ്രിയപ്പെട്ടതാണ്. കാരണം നാരുകൾ ഏറ്റവും കൂടുതൽ ഉണ്ട്. ഉദരശുദ്ധിക്ക് ഏറ്റവും ഫലപ്രദമായ സംഗതിയാണ് വാഴപ്പിണ്ടി, അതുപോലെ തന്നെ വാഴക്കൂമ്പും ഒക്കെ. നമുക്കറിയാം, ഒരു മനുഷ്യന് രോഗമുണ്ടാകുന്ന പ്രധാനപ്പെട്ട കാരണം ഉദര പ്രശ്നമാണ്. അതായത് നമ്മുടെ വയർ. നമ്മുടെ പ്രധാനപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും വയറ്റിലുള്ള നടക്കുന്നത്. വയറിന് പ്രശ്നം ഉണ്ടാകുമ്പോഴേ ആ പാടെ രോഗം ഉണ്ടാകും. അപ്പം വാഴ ഒരു നല്ലൊരു സുഹൃത്താണ് നമ്മുടെ. കാരണം ഒരു മൂട് പൂവമ്പാഴയോ ഒരു മൂട് പാളന്തോടൻ വാഴയോ ഏത്തവാഴയോ ഒക്കെ വെച്ച് പിടിപ്പിച്ചാൽ അവയുടെ പിണ്ടിയും കൂമ്പും കൊലയും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. അപ്പം ഞാൻ ഈ വാഴയ്ക്ക് വളം ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിച്ചാട്ട്, ഇതിപ്പോൾ 4 വിത്തുകളാണ് ഞാൻ നിർത്തിയിരിക്കുന്നത്. അപ്പം ഞാൻ ചെയ്യുന്നത് വെച്ചാൽ, ആദ്യം ഒരു മൂട് വാഴ ഞാൻ കുഴിച്ച് വെച്ചിട്ട് അത് 2 വിത്ത് നിർത്തും. കൊല ആവുന്ന വെട്ടിച്ച് 2 വിത്ത് നിർത്തും. ആ 2 വിത്ത് നിർത്തിയിട്ട് വീണ്ടും 2 വിത്ത് നിർത്തും. അപ്പം ഒരു കൊല കിട്ടി, 2 കൊല കിട്ടി, 3 കൊല, വീണ്ടും 2 കൊല, അപ്പോൾ 5 കൊല. അപ്പം ആ വാഴയുടെ മാണം ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് വരും. വാഴമാണം എപ്പോഴും ഓരോ കൊല വെട്ടുമ്പോഴും മാണം മേപ്പോട്ട് വരും. അപ്പോഴത്തേനും മണ്ണിൻ്റെ ഉപരിതലത്തിൽ വരും, അത് നികന്ന് നിൽക്കും. ഈ സമയം ആവുന്നുണ്ടെങ്കിൽ 4-5 വിത്ത് അങ്ങ് നിർത്തും. ഇപ്പം തന്നെ ഇത് ഉപരിതലം ഞാൻ മണ്ണിട്ടേക്കുക. മണ്ണ് ദൂരെ ഒരു സ്ഥലത്ത് പോയി മണ്ണ് എടുത്തിട്ടിരിക്കുകയാണ്. ഇല്ലെങ്കിൽ ഇതിപ്പോൾ മറിഞ്ഞു വിടണേ.
അപ്പം ഇതിപ്പോൾ 4 വിത്ത്, ഈ 4 വിത്തിന് ഞാൻ മണ്ണെടുത്തിട്ട് ഇപ്പോൾ വളം ചെയ്ത് ഈ 4 കൊല ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞാൽ ഇത് മൊത്തം ഇവിടെ നിന്ന് മാറ്റുവാണ്. മാറ്റിയിട്ട് വേറെ വലിയ ആഴത്തിലൊരു കുഴിയെടുത്ത് ഒരു വിത്ത് ഞാൻ പിരിച്ചു വെക്കും. അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ഈ 4 കൊലയും കിട്ടും, 4 കൊല കിട്ടും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് നമ്മൾ ധൃതി പിടിക്കേണ്ട കാര്യമില്ല. ഇത് ഏത്തവാഴയൊന്നും ഇങ്ങനെ പറ്റത്തില്ല. ഈ പറയുന്ന പൂവൻവാഴയും അതുപോലെ തന്നെ പാളന്തോടനും ഞാലിപ്പൂവിനും ഒക്കെ ഇങ്ങനെ പറ്റത്തുള്ളൂ. അപ്പോൾ 4 വിത്തുള്ളപ്പോൾ നമ്മൾ നല്ലോണം വളം കൊടുക്കണം. പൂവൻവാഴയാണെങ്കിലും നല്ലോണം വളം കൊടുക്കണം, 4 എണ്ണം കൂടെ വളർന്നു വരണം. ആ രീതിയിൽ നമ്മൾ വളം കൊടുക്കണം. അതോ ഇപ്പോൾ ഈ വളം കൊടുക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ മഴയുടെ കാഠിന്യം അല്പം കുറഞ്ഞു. അതുപോലെ തന്നെ ഇനിയും തുലാവർഷം കൂടെ ഉണ്ട്. തുലാവർഷം കൂടെ കഴിയുമ്പോഴത്തേന് ഈ വാഴ കുലയ്ക്കും. കുലച്ച് കഴിഞ്ഞാൽ 2 മാസം കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കൊല വെട്ടാം. അപ്പോൾ നല്ല വില കിട്ടും. 2 വൃശ്ചികമാസത്തോടു കൂടിയൊക്കെ കൊല വെട്ടാം. അന്നേരം നല്ല വില കിട്ടും. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ ഇത് ഇടാൻ പോകുന്നത്. അപ്പം ഞാൻ പ്രധാനമായിട്ട് ഇടുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതിനിപ്പോൾ ഇട്ട് കൊടുക്കുകയെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഈ കൊല വെട്ടാറുണ്ട്, പിന്നെ വിത്തുകൾ വളർന്നു വരണം. അതിനിപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുകയെന്ന് വെച്ചാൽ എല്ലുകൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇട്ട് കൊടുക്കുന്ന വേപ്പിൻ പിണ്ണാക്ക്, ഇത് 2 മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. വേപ്പിൻ പിണ്ണാക്ക് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. പിന്നീട് ഈ മണ്ണ്, ഇതിൻ്റെ മണ്ണ് ചുവട്ടിലെ മണ്ണ് ഇളക്കിയതാണ്, അത് ഞാൻ കാണിക്കാഞ്ഞ്. ഇനി നമ്മൾ ഈ മണ്ണ് ഇതൊന്ന് അടുപ്പിച്ച് കൊടുക്കും. വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇത് അപ്പോൾ ഇത്രയാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വാഴ കർഷകർ ചെയ്യേണ്ടത്, നമ്മൾ വില കൊടുത്ത് വാങ്ങിക്കുന്ന എല്ലുപൊടിയെക്കാട്ടിലും വേപ്പിൻ പിണ്ണാക്കാട്ടിലും മറ്റേത് വളത്തിനൊക്കെ പിണ്ണാക്ക് വളങ്ങളെക്കാട്ടിലൊക്കെ ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ ഇതേപോലെ നമ്മൾ നമുക്ക് ആവശ്യമില്ലാത്ത കളകൾ, പാഴ്ചെടികൾ ഇതിൻ്റെ ചുവട്ടിൽ കൊണ്ടിടാമെങ്കിൽ അത് ഏറ്റവും നല്ലൊരു വളമാണ്, ഫലഭൂയിഷ്ടമാണ്, ദീർഘകാലം മണ്ണിൽ വളമായിട്ട് നിലനിൽക്കും. അപ്പം പിന്നെ നമുക്ക് പൈസ ചിലവില്ലാത്ത ഒരുപാട് വളങ്ങളുണ്ട്. നമുക്ക് ചീമക്കൊന്നയുടെ ഇലയിട്ട് ലായനി വളം ഉണ്ടാക്കാം. അതുപോലെ തന്നെ വലിയ കായ തൂക്കമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ചാമ്പൽ പുളിപ്പിച്ച കഞ്ഞിവെള്ളത്തിനകത്തിട്ടിരുന്ന് ഒരു 3 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 4-5 ഇരട്ടി വെള്ളവും കൂടെ ചേർത്ത് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാമെങ്കിൽ നല്ല കൊല കിട്ടും. അങ്ങനെയൊക്കെയുള്ള ഒട്ടനവധി മരുന്നുകളുണ്ട്. അതൊക്കെ ഞാനിപ്പം ഇടാൻ എങ്ങനെയാണ് ഈ പുളിപ്പിക്കുന്നതൊക്കെ കാണിക്കാം. അപ്പം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ, സമാന ചിന്താഗതിയുള്ളവർക്ക് ഇത് പങ്കുവയ്ക്കാൻ താല്പര്യമെങ്കിൽ, കൃഷികളൊക്കെ കാണുന്നതും കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതും ഇഷ്ടമെങ്കിൽ, ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ മാന്യ പ്രേക്ഷകർക്കും കൃത്യമായ നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും നാളിതുവരെ എല്ലാവിധ പ്രോത്സാഹനവും നൽകിക്കൊണ്ടിരിക്കുന്ന പ്രിയ പ്രേക്ഷകർക്ക്, ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് ഞാൻ കൃത്യമായി നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.